നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനൊരു ആക്ഷൻ ക്യാമറ ആക്സസറിയെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് DJI Osmo Action 4. എനിക്ക് GoProയേക്കാളും കൂടുതൽ ഇഷ്ടം DJI ആണ്. അതുകൊണ്ട് ഞാൻ DJI Osmo Action 4 ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ ക്യാമറ. ഒരു ക്യാമറ എൻ്റെത് 360 ക്യാമറയാണ്. Insta360യുടെ പുതിയ മോഡലായ X4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തിട്ട് വളരെ ഹാപ്പിയാണ്. അപ്പം ഇതിന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പ്രൊട്ടക്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ ഇത് വരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് കേസ് ഇതാണ്, പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയാണ്. ഞാനൊരു സ്പിതി റൈഡ് ഹിമാചലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ സ്പിതിയൊക്കെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറേ ആക്സസറീസ് എൻ്റെ ബൈക്കിലൊക്കെ കാണും, എൻ്റെ ബാഗിൽ കാണും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ മാറ്റുമ്പോഴും അല്ലെങ്കിൽ SD കാർഡ് മാറ്റുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ ചിലപ്പോൾ താഴെ വീഴാറുണ്ട്. അങ്ങനെ വീണിട്ട് എൻ്റെ DJI Osmo Action 1 എനിക്ക് 2-3 തവണ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ മൗണ്ടിങ് ചെയ്യുമ്പോഴും ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും മോശപ്പെട്ട റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ക്യാമറയൊക്കെ ചിലപ്പോൾ താഴെ വീണ് പോകാറുണ്ട്, മനഃപൂർവ്വമല്ല പോകാറുണ്ട്. അപ്പോഴൊക്കെ ഈ സ്ക്രാച്ചസ് ഫ്രണ്ട് പോർഷനിലൊക്കെ വരാറുണ്ട്. DJIയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാമറ ഫിൽറ്റർ നമുക്ക് മാറ്റാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ലെൻസിൻ്റെ മുകളിലുള്ള ഫിൽറ്ററിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തൊക്കെ സ്ക്രാച്ച്, ഈ ഫ്രണ്ട് സ്ക്രീനിലൊക്കെ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റോക്ക് കവർ ഇതിൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഇത് എന്തിനാണ് വാങ്ങിച്ചത് എന്നുള്ളതിനെ കുറിച്ചും ഇതിൻ്റെ എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് ടെലിസിൻ്റെ കവറാണ്. ടെലിസിൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ക്യാമറാസിൻ്റെ വളരെ നല്ല രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറാണ്. ചൈനീസ് മാനുഫാക്ചറാണ്, പക്ഷേ വളരെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അപ്പോൾ ടെലിസിൻ കേസ് ഇത് ഇന്ത്യയിൽ വിൽക്കുന്നത് ആമസോണിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 3348 രൂപ അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു എന്നുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ഈ മെറ്റൽ കേജിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഉണ്ടായിരുന്നത്, ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇതിനായിരുന്നു. അതായത് 3348. ഇപ്പോൾ ഉലാൻസിയുടെ ഒരു കേസ് നമ്മുടെ ഫോട്ടോ സെൻറ്റർ ഇന്ത്യ ബോംബെയിലുള്ള ഒരു വളരെ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ആൻഡ് ആക്സസറീസ് സെല്ലറാണ്. അവർ കേരളത്തിലോട്ടൊക്കെ ബ്ലൂ ഡാർട്ടിലാണ് അയക്കുന്നത്. അവരുടെ കയ്യിൽ ഉലാൻസിയുടെ കേസ് ഇപ്പോൾ 3061 അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഉലാൻസിയും വളരെ നല്ല കേസ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു. ഇത് ചാർവി എന്റർപ്രൈസസ് എന്നുള്ള ഒരു സെല്ലറിൽ നിന്നാണ് വാങ്ങിച്ചത്. അവർ എൽഫോഗ് എന്ന് പറഞ്ഞൊരു ആക്സസറി ആക്ഷൻ ക്യാമറ ആക്സസറീസ് ധാരാളമായിട്ട് ആമസോണിൽ വിൽക്കുന്ന ഒരു സെല്ലറാണ്. എൽഫോഗിൻ്റെ എല്ലാ പ്രോഡക്ട്സും അത്ര നല്ലതല്ല, പക്ഷേ ടെലിസിൻ ആയതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് മേടിച്ചു. അപ്പോൾ ടെലിസിൻ വാങ്ങിക്കാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൾഡ് ഷൂ മൗണ്ട്സ് ഉണ്ട്. ഇതിൽ 2 കോൾഡ് ഷൂ മൗണ്ട്സ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇതിനകത്ത് കോൾഡ് ഷൂ മൗണ്ട്സ് ഉണ്ട്. ഈ കോൾഡ് ഷൂ മൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലൈറ്റ് വെക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിലതില്ല. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റോ എക്സ്റ്റേണൽ മൈക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് നമുക്ക് എക്സ്റ്റേണൽ മൈക്സ് യൂസ് ചെയ്യുന്നത് റൈഡിങ്ങിലൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിൻ്റെ റിയൽ ഡിഫറൻസ് കാണണമെങ്കിൽ ഞാൻ ആദ്യം ഇത് റിമൂവ് ചെയ്തിട്ട് ഒറിജിനൽ കേസിൽ ഇട്ട് ഇത് കാണിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഡിഫറൻസ് മനസ്സിലാകുന്നത്. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ കേസിലോട്ട് ഇടുവാണ്. അതൊരു സിമ്പിൾ മെക്കാനിസമാണ്. നമ്മളത് ആദ്യം കോംപ്ലിക്കേറ്റഡ് തോന്നാമെങ്കിൽ പിന്നെ സിമ്പിളാണ്. സോ ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പുറകു വശത്തെ പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യം തെറ്റില്ലാത്ത പ്രൊട്ടക്ഷനാണ്. എല്ലാ കട്ടൗട്ട്സും ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൽ വെർട്ടിക്കലും ഉണ്ട്, ഈ പറയുന്ന പോലെ ഹൊറിസോണ്ടലും ഉണ്ട്. അത് ഇതിൻ്റെ സ്റ്റോക്ക് തന്നെയാണല്ലോ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പോർഷൻ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നോ താഴെ വീണ് പാറയോ അല്ലെങ്കിൽ പൊടിയോ മണ്ണോ ഒക്കെ ആണോ അല്ലെങ്കിൽ സിമെന്റ് റോഡ് ഒക്കെ ഇത് വീഴുമ്പോഴത്തേക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ മാറ്റിയെടുക്കാം. പക്ഷെ ഇത് താഴെ ഇങ്ങനെയാണ് വീഴുന്നതെങ്കിൽ ഇതിന് വലിയ പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം ഇതിൻ്റെ ആ ഒരു എൻക്ലോഷർ അത്ര പ്രൊട്ടക്റ്റഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഈ കേസ് കൊണ്ട് വലിയ പ്രയോജനം, നോർമൽ പ്രയോജനം ഉണ്ടാവും, വലുതായിട്ടുള്ളൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിലാണ് ഈ ടെലിസിൻ്റെ കേസിൻ്റെ ഗുണം. ഈ ടെലിസിൻ്റെ കേസ് ഫിറ്റ് ചെയ്യുന്ന കുറച്ച് വ്യത്യാസമുണ്ട്, അതിൻ്റെ രീതി വേറെയാണ്. ടെലിസിൻ്റെ കേസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇത് എത്രത്തോളമാണ് ഈ ഫ്രണ്ട് പോർഷനെ സേവ് ചെയ്യുന്നത്.
എൻ്റെ കയ്യിൽ നിന്ന് സ്പിത്തിയിൽ കീ മൊണാസ്ട്രി എന്ന് പറഞ്ഞ കാസ ഏരിയയിലുള്ള 2 തവണ ഈ ക്യാമറ താഴെ വീണു. ഞാൻ അത്യാവശ്യം നല്ല സ്ക്രാച്ച് വീഴുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ ലെൻസിലും സ്ക്രാച്ച് വീണില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട് പോർഷനും സ്ക്രാച്ച് വീണില്ല, എൻ്റെ പുറയൊന്നും സ്ക്രാച്ച് വീണിട്ടില്ല. അപ്പോൾ ഈ 3338 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ മിക്കവാറും എല്ലാവർക്കും തോന്നാം. പക്ഷേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ തരുന്നത് സാധാരണ കേസുകളൊക്കെ ആയിട്ട് വളരെ കൂടുതലാണ്. ഈ പ്ലാസ്റ്റിക് കേസുകൾ പലപ്പോഴും ഇതേ കട്ടൗട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടാറില്ല. കാരണം വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് മിക്കവാറും മാനുഫാക്ചറേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രെയിൻസ് കാണും. ഞാനിപ്പോൾ എൻ്റെ Insta360 X4 വേണ്ടിയിട്ട് ആക്ഷൻ പ്രോയുടെ ഒരു പ്ലാസ്റ്റിക് കേസ് മേടിച്ചു. ഇപ്പോൾ 889 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നോർമലി അതിൻ്റെ പ്രൈസ് 1300 ആയിരുന്നു. ഞാൻ തിരിച്ചു കൊടുത്തു. ബിക്കോസ് അത് ഒരിക്കലും അത് ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനതിന് വേറൊരു ഇതുപോലത്തെ ഒരു മെറ്റൽ കേസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ആവശ്യങ്ങൾക്ക് ഈ ക്യാമറ സേഫ് ആയിരിക്കണം, സ്ക്രാച്ച് വരരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കേസുകൾ നിങ്ങൾ ഒരു ഹൈ എൻഡ് ക്യാമറ വാങ്ങിക്കുവാണെങ്കിൽ ഒരു 25,000 തൊട്ട് ഒരു 50,000 രൂപയുള്ള ആക്ഷൻ ക്യാമറ വാങ്ങിക്കുവാണെങ്കിൽ നല്ല ഒരു കേസ് ഇതിൽ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്യാമറയെ സ്ക്രാച്ച് ഫ്രീ ആയി ഉപയോഗിക്കാൻ സഹായിക്കും. മൊത്തത്തിൽ ഈ ടെൽസിൻ കേസ് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.